തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കകൾ കുറെ കാലമായിട്ടുണ്ട്. ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും അത് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അത് പ്രതിസന്ധിയുണ്ട്, പലതും കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു രേഖയിൽ വരുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാനൽ ഡിബേറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഒരു രേഖയിൽ മൊത്തം ഒരു ട്രാൻസ്പെറൻ്റ് ആയ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സാധനം വരുന്നു. അതാണ് ധവളപത്രത്തിന്റെ ഗുണം. ധവളപത്രം ആദ്യം അവതരിപ്പിക്കുന്നതല്ല. 2016 UDF ഗവൺമെന്റ് വിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ് പിണറായിയുടെ ഒന്നാം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ഇതുപോലൊരു ധവളപത്രം അവതരിപ്പിച്ചിരുന്നു. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വളരെ ഈസിയാണ് കമ്പാരിസൺ. ഒരു കാര്യം, ഇപ്പോൾ കടത്തിന്റെ കാര്യം ചോദിച്ചു. അന്ന് കേരളത്തിന്റെ മൊത്തം പൊതുകടം 1.57 ലക്ഷം കോടിയാണ്. 1.5 ലക്ഷം കോടി, എന്നാലും ഇതിൽ അല്പം കൂടുതൽ. ഇപ്പൊ 5 ലക്ഷം കോടിയാണ്, ഒരല്പം കൂടുതൽ. അങ്ങനെ കൂടുതൽ അങ്ങ് വിടുക. 1956 മുതലാണ് കേരളം രൂപീകരിക്കുന്നത്. 57 ആദ്യത്തെ മന്ത്രിസഭ വരുന്നു. 57 മുതൽ 2016 വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 വർഷത്തെ കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ 10 വർഷം അത് കൂടിയത് 3.5 ലക്ഷം കോടിയാണ്. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ 60 വർഷം കൊണ്ട് 1.5 ലക്ഷം കോടിയാണെങ്കിൽ ഇപ്പോൾ അത് 10 വർഷം കൊണ്ട് 3.5 ലക്ഷം കോടി അതിന്റെ കൂടെ കൂടി. പലപ്പോഴും ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ വർഷം കൂടുമ്പോൾ ഇരട്ടിക്കും എന്നൊക്കെയാണ്. അതൊക്കെ പോട്ടെ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം വലിയ തോതിൽ കടബാധ്യത വർദ്ധിച്ചു എന്ന് വളരെ കൃത്യമായി ഈ രേഖ വ്യക്തമാക്കുന്നു.